ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൂളിയൻ നോട്ട്, ഈ ഒരു ഇമേജ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, നമ്മൾ ബൂളിയൻ നോട്ടാണ് കാണുന്നത്. ബൂളിയൻ നോട്ടിൽ നമ്മൾ പല രീതിയിലും തയ്ച്ചിട്ടുണ്ടാകും. ഇതുവരെ തയ്ച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. നമ്മൾ മാക്സിമം ബൂളിയൻ നോട്ട് നമ്മൾ ഇങ്ങനത്തെ പെറ്റൽസ്, റിംഗ് ആയിട്ടുള്ള പെറ്റൽസ് നമ്മൾ തയ്ക്കുവാണെങ്കിൽ മാക്സിമം ഒരു 30-35 ടേൺസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു മിനിമം ഒരു 100 ടേൺസ് എങ്ങാനും എടുത്താലാണ് ഇതുവരെ വളച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഏത് നീഡിലാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരുന്നത് ആ മെത്തേഡ് നിങ്ങൾക്ക് ഇതുപോലെ വളച്ച് വയ്ക്കാം. അതല്ല വേറെ ഏതെങ്കിലും രീതിയിൽ വളയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും വളയ്ക്കാം. നമ്മുടെ പൂവിൻ്റെ അനുസരിച്ച് നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് യൂസ് ചെയ്ത് ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം തന്നെ കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 6 strands ആണ്, എപ്പോഴും ബൂളിയൻ നോട്ടിന് 6 strands ഉള്ള ഒരു ത്രെഡ്, നീളം കൂടിയ ത്രെഡ് എടുക്കണം. എന്ന് വെച്ചാൽ ഇതിന് ഇത്രയും ടേൺസ് നമുക്ക് എടുക്കണം. അതുകൊണ്ട് നല്ലോണം നീളമുള്ള ത്രെഡ് മാത്രമേ എടുക്കാമുള്ളൂ. അല്ലെങ്കിൽ പകുതി വെച്ച് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ, ഒരു പൂവുണ്ടെങ്കിൽ, വട്ടം നമ്മൾ ഡിസൈൻ വരയ്ക്കുമല്ലോ, ആ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു ഔട്ട് ഇതിന് ചുറ്റുമാണല്ലോ വരേണ്ടത്. അപ്പോൾ എവിടം വരെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ താത്തുകയാണ്. അപ്പം പിന്നെ അവിടെ താത്തതിന് മുമ്പ് എനിക്കൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ നീളത്തിലൊരു ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ എൻഡ് ഞാൻ ഇത്രയും കയറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഈ എൻഡ് അത്രയും കയറ്റി വെക്കേണ്ട, ഇത് ഏറ്റവും ടിപ്പിൽ തന്നെ വെക്കാൻ മതി. എന്ന് വെച്ചാൽ നീളം ഒത്തിരി കൂട്ടുക, എന്ന് വെച്ചാൽ ടേൺസ് എടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഇത് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല, രണ്ടും കൂടെ ഒപ്പായി വരും. അപ്പോൾ ഈ എൻഡ് ഞാൻ തീരെ സൂചിയുടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കണം. ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ. ഇപ്പോൾ ഇത് സൂചിയാണ്, സൂചിയുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു എൻഡ് വന്നിരിക്കുന്നത്. അത്രയും വലിച്ച് തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാനിപ്പോൾ ഇവിടെയാണ് താത്തണത്. ഇവിടെ ഈ ഔട്ടർ കവർ വരെയാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ താത്തണം. അത് ഇപ്പോൾ ഈ സർക്കിളിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് കുത്താം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ കുത്താം, ഇവിടെ വേണമെങ്കിൽ ഇവിടെ കുത്താം. ഈ ഒരു സർക്കിളിൻ്റെ ആ വരയിൽ വെക്കണം എന്നേ ഉള്ളൂ. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് താത്താം. അവിടെ താത്തിയിട്ട് നമ്മൾ നോർമലി ബൂളിയൻ നോട്ട് ചെയ്യുമ്പോൾ എന്താ, ഇവിടുന്ന് തന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എവിടെയാണ് പോകേണ്ടത് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരം ഇത് ഇവിടെ താത്തിയിട്ട്, വ്യത്യാസമൊന്നുമില്ല പ്രത്യേകിച്ച്, ഇവിടെ താത്തിയിട്ട് ഇത്രയും ടേൺസ് എടുക്കാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ വലിക്കണ്ട, ഇത്രയും വലിക്കണ്ട, നമുക്ക് ചുറ്റാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് തന്നെ വലിച്ചിരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണോ പൊക്കിയെന്ന് വെച്ചാൽ അവിടെ തന്നെ ആ സെയിം ഹോളിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ വീണ്ടും നമ്മൾ സൂചി ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ഒരു സൗകര്യത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ നീഡിലിൻ്റെ സൈസ് പറയാൻ പോകുന്നു. ഇത് നീഡിൽ നമ്പർ 6 ആണ്. അപ്പോൾ ഇത് നീളത്തിലുള്ള നീഡിൽ ഏതും നമുക്കെടുക്കാം. നീഡിലിൻ്റെ നീളം മാത്രം പോരാ, പ്ലസ് ഇതിൻ്റെ ഐ ഹോളിൻ്റെ അവിടുത്തെ വണ്ണവും കുറവാവണം, തിക്നെസ്സും കുറവായിരിക്കണം, പരന്നതായിരിക്കരുത്. എന്നാലാണ് ബൂളിയൻ നോട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. നീഡിൽ നമ്പർ 6 അല്ലെങ്കിൽ 5 യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ടേൺ ചെയ്യാൻ തുടങ്ങുക. ഞാൻ പറഞ്ഞു ഇതിനൊരു 100 ടേൺസ് എങ്ങാനും വേണമെന്ന്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി ടൈറ്റ്ലി ടേൺ ചെയ്ത് ഇങ്ങനെ ടേൺ ചെയ്യുക. ഈ 100 ടേൺസ് ഈ നീഡിൽ നിൽക്കത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നീഡിലിന് പൊക്കി എടുത്തോണ്ടിരിക്കുക. വലിക്കേണ്ട കൂടെ തന്നെ പിന്നെയും ട്വിസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ്. അപ്പം ഞാൻ കൗണ്ട് എടുക്കുന്നില്ല, ഒരു ഏകദേശം ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തു. ഇനി ഇതിൻ്റെ അത് ചുറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെ നീഡിൽ പൊക്കിയെടുത്ത് ഇത് താത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ചുറ്റുന്നു. ഇതിങ്ങനെ ചുറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒപ്പം തന്നെ താഴെ ഇതുവരെ വലിച്ച് താത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം നീഡിലിൽ നിന്ന് ഊരി ഇത്രയും ടേൺസ് നമ്മൾ നീഡിലിൽ നിന്ന് ഊരിയിട്ടുണ്ട്.
അങ്ങനെ ആയാലാണ് ഇത്രയും നമുക്ക് ഒരു 100 വട്ടമൊക്കെ ചുറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു നീഡിലിൽ നമുക്ക് 100 വട്ടമൊന്നും ചുറ്റാൻ പറ്റില്ല, അത്രയും ലെങ്ത്തുള്ള നീഡിലല്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ചുറ്റി ചുറ്റി നമുക്ക് എടുക്കാം. ഇത് നമുക്ക് നഖമുണ്ടെങ്കിൽ നഖം വെച്ച് ഇങ്ങനെ താത്തി കൊടുത്തേച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഊരിപ്പോരും. ഒത്തിരി ബലം പിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി മുറുക്കി ചുറ്റുമ്പോഴാണ് നമുക്ക് ഈ ഒത്തിരി ചിലവർ പറയും ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതാണ് ബൂളിയൻ നോട്ട് നീഡിൽ ചുറ്റിയിട്ട് നൂല് ചുറ്റിയിട്ട് സൂചി ഊരിപ്പോരുന്നില്ല എന്ന്. അത് വരുന്നത് നമ്മൾ ഒത്തിരി ടൈറ്റായിട്ട് ചുറ്റുന്നുകൊണ്ടാണ്. അപ്പോൾ ഒരു പൊടി ലൂസായിട്ട് ചുറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കുഴപ്പം വരത്തില്ല. പിന്നെ ഒത്തിരി നമ്മൾ ഇങ്ങനെ നഖം വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സൂചിയിൽ നിന്ന് മാറ്റി നല്ലോണം ഒത്തിരി വലിക്കരുത്, ഒത്തിരി വലിച്ച് സ്ട്രെയിറ്റ് പോലെ വടി പോലെ ആക്കരുത്. ഇച്ചിരി എന്ന് വെച്ചാൽ ഇത് നമുക്ക് വളച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ ഒത്തിരി സ്ട്രെയിറ്റ് പോലെ എന്ന് വെച്ചാൽ ടൈറ്റനാക്കരുത്. ഇനി നമുക്ക് നടുക്കൊരു ബീഡ് വെക്കാനുള്ള ഒരു സ്പേസ് വിട്ടിട്ട് ഇതിങ്ങനെ വളച്ചെടുക്കണം. പിടിച്ച് ഇങ്ങനെ വെക്കുക. പിന്നെ ഇത് ഇങ്ങനെ മേളിലോട്ട് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുക. അപ്പോൾ അത് ഉള്ളിൽ ഒരു ബീഡ് വെക്കാനുള്ള സ്പേസ് വിടുക. വലിയ ബീഡാണെങ്കിൽ വലിയ ബീഡ്, അതിൻ്റെ അനുസരിച്ച് സ്പേസ് വിടുക. അപ്പോൾ ഞാൻ ഇത്തിരി സ്പേസേ വിടുന്നുള്ളൂ, ഒരു കുഞ്ഞു ബീഡല്ലേ നമ്മൾ വെക്കുന്നത്. ഇങ്ങനെ വന്നു. പിന്നെയും ഇത് ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ വളച്ച് വയ്ക്കുക. വളച്ച് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ ത്രെഡ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് വരാണ്ട് എങ്ങനെ വളയ്ക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം. അത് നമ്മളുടെ ഇതുപോലെ നമ്മുടെ എന്തോരം ടേൺസ് നീളത്തിലാണ് വരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. കുത്തിയെടുക്കുന്ന പോയിൻ്റ് അനുസരിച്ച് മാറും. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇതുവരെ ആയിട്ടുണ്ട്. ഇങ്ങനെ വളഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് താഴത്തോട്ട് ഇതൊന്ന് വലിക്കാം. ഈ എൻഡൊന്ന് വലിച്ചിട്ട് നേരെയാക്കി വയ്ക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ടേൺ ചെയ്തിട്ട് ഇത്രയും സൂചിയിൽ നിന്ന് ഈ ത്രെഡ് മുഴുവൻ ഊരിയെടുക്കാനാണ് ഇത്തിരി ബുദ്ധിമുട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്നത്. പിന്നെ ഈ വളച്ച് വെക്കുന്നത് അത്ര ഒരു ആദ്യത്തെ 2-3 പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ താത്തി കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ഈ ടേൺ ചെയ്ത് വെച്ചിരിക്കുവാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കൈ വിട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പൊങ്ങി വരും. അപ്പോൾ സൈഡിലെല്ലാം നമ്മളൊന്ന് ഈ നൂലുകൊണ്ട് തന്നെ ഒന്ന് ഉടക്കി വെക്കുക. ഇതിപ്പോൾ സിംഗിൾ ഷെയ്ഡ് ആയതുകൊണ്ട് എളുപ്പമാണ്. ഇപ്പോൾ ഡബിൾ ഷെയ്ഡാണ് അല്ലെങ്കിൽ മൾട്ടി ഷെയ്ഡ് ത്രെഡാണ് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഡിഫിക്കൽട്ടി നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തയ്ച്ചു കഴിഞ്ഞിട്ട് സെയിം ത്രെഡും കൊണ്ട് നമ്മൾ ഉടക്കി വെക്കാൻ പോയാൽ അവിടെ ചിലപ്പം നമ്മൾ ഇവിടുത്തെ ടേൺ വരുന്ന അവിടുത്തെ കളറായിരിക്കില്ല ഇത് ഉടക്കി വെക്കാൻ നേരത്ത് വരുന്ന കളർ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത് ഉടക്കി വെച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ കളർ മാത്രം എടുത്തിട്ട് പിന്നെ ഒരു സിംഗിൾ സ്ട്രാൻഡ് വല്ലോ അല്ലെങ്കിൽ 2 സ്ട്രാൻഡ്സ് വല്ലോ എടുത്തിട്ട് ഒന്ന് ഉടക്കി വെക്കുക. അവിടുത്തെ കളറിൻ്റെ ത്രെഡിൻ്റെ കളർ നോക്കിയിട്ട്. അപ്പോൾ അതൊരിത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കളറായിട്ട് വെച്ചാൽ ചിലപ്പോൾ അത്രയ്ക്ക് കാണാനൊരു ഫിനിഷിങ് കിട്ടത്തുണ്ടാവില്ല. ഇടയ്ക്കൊരു ത്രെഡ് വേറൊരു കളർ വരുന്നു എന്നുള്ളൊരു ഫിനിഷിങ് ചിലപ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ട് സെയിം കളറാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. ഇങ്ങനെ എല്ലാ ഉള്ളിലുള്ള വളവിലും ഇതുവരെ തന്നെ ഉടക്കി വെക്കണം. ഔട്ടർ മാത്രം ചെയ്താൽ പോരാ, ഫുൾ കർവിലും ഇടയ്ക്കൊന്ന് ഉടക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മളൊന്ന് വാഷ് ചെയ്യുമ്പോഴേയും പൊങ്ങിപ്പോരും. അല്ലെങ്കിൽ വാഷ് ചെയ്യേണ്ട, നമ്മളൊന്ന് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് നിവർത്തിയാലും മതി, അത് പൊങ്ങിപ്പോരും. അപ്പോൾ ഇതുപോലെ ഉടക്കി വെക്കുക. ഞാനിപ്പോൾ ഫുൾ കർവിൻ്റെയും എല്ലാ ഞാൻ വളഞ്ഞു വരുന്ന പോർഷനിലും ഞാൻ ഉടക്കി വെക്കുന്നുണ്ട്. കണ്ടോ? ഇപ്പം നമ്മളിവിടെ ഇത്രയും ഉടക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ഫ്ലവർ ഇത് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ബീഡ് വെക്കാം. അതുപോലെ തന്നെ ബൂളിയൻ നോട്ട് വെച്ചിട്ട് തന്നെ ഈ ഫ്ലവറിൻ്റെ
താഴത്തെ ലീഫിൻ്റെ പോർഷനും ഇതുപോലെ തന്നെ ബൂളിയൻ നോട്ട് വെച്ച് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഈ ബാക്ക് സൈഡ് എങ്ങനെ നീറ്റായിട്ട് വെക്കണമെന്ന് ചോദിക്കുക. ഇതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്തപ്പോൾ ഇത് ഇത്രയും ഉടക്കി വെക്കാനായിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തതാണ്, അതല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. ഇതിപ്പോൾ ഞാനിവിടെ ഇത് തയ്ക്കാനായിട്ട് നമ്മളെല്ലാം വലിച്ചെടുത്തേക്കും. എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ ഇത് ട്രാൻസ്പെറൻറ്റ് തുണി അല്ലാണ്ട് കാണുന്നില്ല. ഇപ്പോൾ സാരിയിലാണെങ്കിൽ ഇതുവരെ വലിച്ചെടുക്കാൻ പറ്റില്ല. ഓരോ ഇത് കഴിഞ്ഞിട്ടും അവിടെ കെട്ടിടുക. അപ്പോൾ നമ്മളിതെടുത്തു. ഇങ്ങനെ ഞാൻ ഇപ്പോൾ തുണിയായിട്ട് അറ്റാച്ച് ചെയ്ത് എല്ലാം എടുത്തേക്കണേ. തയ്ച്ചിരിക്കുന്ന ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒരു നോട്ട് ഇടുന്നു. ഞാൻ എപ്പോഴും യൂഷ്വലി 2 നോട്ട് ഇടും. നല്ലോണം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നഖം നോട്ടിൽ പിടിച്ചിട്ട് നല്ലോണം ത്രെഡ് വലിക്കുമ്പം പിന്നെ ഊരിപ്പോരില്ല. ഇങ്ങനെയാണ് ബാക്ക് സൈഡിൽ നോട്ട് ഇടുന്നത്. ഇനി ഇതുപോലെ തന്നെ ബൂളിയൻ നോട്ട് വെച്ചിട്ട് ലീഫ് നമുക്ക് തയ്ക്കാം. ലീഫ് തയ്ക്കാനായിട്ട് നമ്മൾ ഞാനിപ്പം ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ് ലീഫ് തയ്ക്കാനായിട്ട് എടുത്തത്. അത് സിംഗിൾ സ്ട്രാൻഡാണ് പേൾ കോട്ടൺ ത്രെഡ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ എടുക്കുന്നത്. സാധാ ബുളിയൻ നോട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊരു 12-13 ടൈംസ് ടേൺ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തൊരു ട്വിസ്റ്റായിട്ട് വന്നിട്ടില്ലേ, ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നുള്ളത്. ആദ്യം സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുക. അപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇപ്പോൾ നമ്മൾ തയ്ച്ചിരിക്കുന്ന ഈ സ്റ്റെമ്മിൻ്റെ അടിയിൽ ഇപ്പോൾ ഒരു സ്റ്റിച്ചുണ്ട്, ഇതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്, ടേൺ ചെയ്ത് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ്. വീണ്ടും ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നു. അപ്പോൾ ആ ഒരു ട്വിസ്റ്റായിട്ടുള്ള ത്രെഡ്, ഇതിപ്പം സിംഗിൾ സ്ട്രാൻഡ് ആയതുകൊണ്ട് അത്ര എടുപ്പില്ല. അത് 6 സ്ട്രാൻഡ്സിൽ ചെയ്യുകയാണെങ്കിൽ നല്ലോണം എടുത്ത് നിൽക്കും. അങ്ങനെ അത് ഒത്തിരി വലിക്കുകയും വേണ്ട കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഇത് കാണാൻ പറ്റുള്ളൂ, ആ സ്പൈറൽ പോലെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ തയ്ച്ചു, ഇവിടെ നിർത്തി. ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ സ്റ്റെമ്മും തയ്ച്ചു കഴിഞ്ഞു. കണ്ടോ? ഇനി നടുക്ക് ഒരു കുഞ്ഞ് ബീഡും കൂടെ വെച്ചാൽ നമ്മളുടെ ഫ്ലവർ റെഡിയാകും. ഇതുപോലെ ആയി കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സാരിയിൽ പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പ്, ബേബി ഷീറ്റ്, അതിലൊക്കെ തയ്ച്ചാൽ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.